തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. രവിയേട്ട, തെരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് അടുക്കുന്തോറും ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിലാളികളെ കണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് അവർ നൽകുന്ന സ്വീകരണം? അല്ല, തൊഴിലാളികൾ ഉള്ളുതട്ടിയ സ്വീകരണമാണ്. നിങ്ങളെ കാണുമ്പം എല്ലാവരെയും കണ്ട് നമ്മൾ സ്വീകരിച്ചെന്ന് വരുത്താനല്ല, ആത്മാർത്ഥമായി തന്നെ സ്വീകരിക്കുക. ഇപ്പോൾ ഈ ഹാങ്കർ യൂണിറ്റ്, ഇത് എനിക്ക് അന്ന് പ്രബുൽ പട്ടേൽ തന്നതാണ് ഈ യൂണിറ്റ്. അപ്പോൾ ആ യൂണിറ്റിലുള്ള തൊഴിലാളികൾ, ജീവനക്കാർ, അവരിപ്പോഴും ആശങ്കയുടെ പുറത്താണ്. കാരണം എന്താ, ഉള്ളത് മുഴുവൻ തന്നെ മുതലാളിമാർക്ക് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. മുതലാളിമാർക്കെല്ലാവരും ലീസിന് കൊടുക്കുക, വിറ്റതല്ല, ലീസിന് കൊടുക്കുക, അതും 50 വർഷക്കാലത്തേക്ക്. ആ കൂട്ടത്തിൽ നമ്മൾ ഇവിടുത്തെ ജീവനക്കാർ, അവർക്കും ആശങ്കയുണ്ട്. അവരും പറയുന്നത് ഇത് നമുക്കും ഭീഷണിയുണ്ട് എന്ന് പറയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നേരത്തെ ഒരു ധാരണ കൃത്യമായിട്ടുണ്ടായിരുന്നു. അവൻ ജോലിയിൽ കയറിയാൽ പെൻഷൻ വരെ അവന്, പിന്നെ അവൻ്റെ ആനുകൂല്യങ്ങൾ നിശ്ചയമുണ്ട്. ഇപ്പോൾ അതൊക്കെ തന്നെ മുതലാളിമാർക്ക് വേണ്ടി എല്ലാം ഡൈല്യൂട്ട് ചെയ്തിരിക്കുക. അതിൻ്റെ ഫലം എന്താ? ഇവിടെ മുതലാളിമാർ മാത്രം പണമുണ്ടാക്കാൻ വേണ്ടി ഏത് ക്രൂരമായ പ്രവർത്തനം നടത്താനും അനുവാദം കൊടുത്തിരിക്കുന്നു. അതാണ് BJP ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെതിരായ രോഷം ഇവരെല്ലാം മനസ്സിലുണ്ട്. ആ രോഷം പ്രകടിപ്പിക്കുമെന്നതിൽ അവർക്ക് എന്താ, അവർക്കാരാണ് തുണ എന്നുള്ള വിഷയം. ഇപ്പം ചിലർ പറയുന്നത് പറഞ്ഞാൽ, രാജ്യത്ത് വരാൻ പോകുന്ന ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ്സിലെ പ്രബലമായ പാർട്ടികൾ, നിങ്ങൾ ഇടതുപക്ഷ കക്ഷികൾ വളരെ ചെറുതല്ലേ, പക്ഷേ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം അവർക്കറിയാം. കാരണം എന്താ, നേരത്തെ ഒന്നാം UPA ഗവൺമെൻറ്റിൽ 63 പേര് നമ്മളുണ്ടായിരുന്നു. ആ 63 പേര് നമ്മളുണ്ടായിരുന്നപ്പോൾ അന്ന് ഒന്നാം UPA ഗവൺമെൻറ് ആദ്യം തന്നെ വിൽപ്പനക്കുള്ള മന്ത്രിയെ മാറ്റേണ്ട വന്നു. ആ വകുപ്പ് എടുത്ത് കളഞ്ഞ്. രണ്ടാമതായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി, സ്ത്രീകൾ, നമ്മളെ പാവപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്നത്, അത് കൊണ്ടുവന്നത് അന്ന് ഇടതുപക്ഷത്തിന് സമ്മർദ്ദമാണ്. മറ്റൊന്ന് വനാവകാശ നിയമം. വനാവകാശ നിയമം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ജീവിതോപാധിയാണ് വനാവകാശ നിയമം. ഇങ്ങനെ പ്രധാനപ്പെട്ട നടപടികളെല്ലാം ഉണ്ടായ ആ കാലത്താണ്. മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിന് വേണ്ടി കാര്യമായി പോരാടി വിജയം നേടിയെടുത്തത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നേരത്തെ കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മൾ പോരാടിയിട്ട് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് കോച്ച് ഫാക്ടറി പാലക്കാട്, മറ്റൊന്ന് വാഗൺ ഫാക്ടറി. 2008 അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അത് രണ്ടും നമുക്ക് നഷ്ടപ്പെട്ട് ഇതുവരെ കിട്ടിയോ? കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നില്ല, അതിനുശേഷം അവർ മിണ്ടിയോ? ഇപ്പോൾ 19 MP-മാരല്ലേ കോൺഗ്രസ് MP-മാർ. എന്ത് പറയാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനം നടപ്പിൽ വരുത്താതെ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണെന്ന് പറയാനുള്ള നാവുണ്ടോ അവർക്ക്? എന്താ ഇല്ലാത്തത്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുന്നത്, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയല്ല, നാടിന് വേണ്ടിയാണ്. ആ നാടിന് വേണ്ടി പറയണം. മറ്റൊരു കാര്യം, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ ഭരിക്കുക. ഈ ഗവൺമെൻറ്റിനെ ശത്രുക്കളെപ്പോലെ ഗവൺമെൻറ്റിനോട് പെരുമാറുക കേന്ദ്ര ഗവൺമെൻറ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു സംസ്ഥാന ഗവൺമെൻറ് ന്യായമായ വിഹിതം കേന്ദ്രത്തിൽ കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോയത്. ആ സുപ്രീം കോടതിയിൽ പോയ എന്തിനാ? ഈ കാര്യത്തിലല്ലേ. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അപ്പം നമ്മൾ അനീതി കാട്ടുക, അനീതി കാട്ടുന്നതിന് രാഷ്ട്രീയ നിറം കൊടുക്കുക, എന്നിട്ട് ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുക, അവയെല്ലാം തന്നെ മുതലാളിമാർക്ക് അടിയറ വെക്കുക. അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തൊഴിലാളികൾ, നമ്മളിപ്പം 2 സ്ഥാപനം പൊതുമേഖലാ സ്ഥാപനം പോയി, അവിടുത്തെ തൊഴിലാളികൾ ആശങ്കയിലാണ്. അവർക്കെല്ലാം പ്രതീക്ഷ ഇടതുപക്ഷത്തെയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം എന്ന സഖ്യം വരുമ്പോൾ തന്നെ വളരെ പ്രധാനമാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ. കേരളത്തിൽ പോകുന്ന 20 പ്രതിനിധികളും ഇടതുപക്ഷത്തിന് ആവണമെന്നാണ് അവർക്ക് മനസ്സിൽ പറയുന്നത്. അതാവെങ്കിൽ അതിനനുസരിച്ച് ഗുണം കാണും. എണ്ണമല്ല, നിലപാടുകളാണ്. ചാഞ്ചാട്ടമില്ലാത്തവരാണ് ഇടതുപക്ഷം. ഇന്ത്യയെ വർഗീയതയുടെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കും. അതിനെതിരെ തൻ്റെ അടുത്തോടെ പറയാൻ ഇടതുപക്ഷമേ ഉള്ളൂ. മറ്റവർ ചാഞ്ചാട്ടക്കാരാണ്. കോൺഗ്രസ്സിന് അത് നിങ്ങൾക്കറിയാലോ. കോൺഗ്രസ്സിൽ 2 പേര് നിൽക്കുന്ന 2 പേരെ അറിയാലോ. ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മേഖല ഹിന്ദി മേഖലയിലാണ്. ഹിന്ദി മേഖലയിൽ പോയി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അത് ഇവിടെയാണ് വന്ന് നിന്നിരിക്കുന്നത്. അവിടെ മുഴുവൻ BJP പ്രചരണം എന്താ? ഹിന്ദി മേഖലയിൽ കോൺഗ്രസ് ഇല്ല എന്നാണ്. ആ പ്രചരണമായാലും അയാൾക്ക് ജയിച്ചു വരണം, അതാണ്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ പ്രചരണത്തിന് ചുമതലയുള്ള KC വേണുഗോപാൽ എവിടെയാണ് മത്സരിക്കുന്നത്? ആലപ്പുഴയിൽ. എന്തിനാണ് മത്സരിക്കുന്നത്? ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചതിൻ്റെ ഫലം എന്താ?
അദ്ദേഹം 2026 വരെ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റുണ്ട്. അത് BJPക്ക് ദാനം കൊടുക്കും. BJPയുമായി അണ്ടർസ്റ്റാൻഡ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അതാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ്, ചാഞ്ചാട്ടക്കാരായ കോൺഗ്രസ്, ആ കോൺഗ്രസ് ജനങ്ങൾ സ്വീകരിക്കില്ല. ഇവിടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ മനുഷ്യൻ്റെ ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടി, നമ്മുടെ നാട്ടിൻ്റെ അടിത്തറയായ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിലെ കഴിവും തീരുമാനിക്കും. അതുകൊണ്ടാണ് ഈ പ്രചരണത്തിൽ ഓരോ ദിവസം പോകുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിനകത്ത് കൂടുതൽ ആവേശമുണ്ടാക്കുന്നത്. അത് കൂടുതൽ നല്ല പ്രചോദനമായി മാറുന്നുണ്ടെന്നാണ് ഈ തൊഴിലാളി സ്ഥാപനങ്ങളിൽ പോയപ്പോൾ എനിക്ക് തോന്നിയത്. തീർച്ചയായും ജനങ്ങളുടെ പ്രതീക്ഷ ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് എന്നുള്ള കാര്യം തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം VS അനുരാഗ്, കൈരളി ന്യൂസ്.